നമസ്കാരം. തിരുവനന്തപുരത്ത് കാപ്പ നിയമപ്രകാരം അറസ്റ്റിലായ ബി.ജെ.പി കൗൺസിലർ ആർ സുഗതനെ പിന്തുണച്ച് ആർ ശ്രീലേഖയും രാജീവ് ചന്ദ്രശേഖറും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ആരാണ് ആർ സുഗതൻ? ആർ സുഗതനെ പറ്റിയുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കിയ ശേഷം എന്തായാലും ഇവരുടെ രണ്ടുപേരും ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നമുക്ക് നോക്കാം. എന്നാലാണ് ഇവരുടെ വൈറ്റ് വാഷ് അടി ശരിക്കും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ആർ സുഗതൻ കൊടും ക്രിമിനൽ എന്ന് ഇപ്പോൾ തെളിയിക്കുന്ന പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഇയാൾ MLA ആയിരിക്കെ VK പ്രശാന്തിനെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിലുമൊക്കെ പ്രതിയാണ്. തിരുവനന്തപുരത്ത് കാപ്പ നിയമപ്രകാരം പോലീസ് ജയിലിൽ അടച്ച വാഴോട്ടുകോണം BJP വാർഡ് കൗൺസിലർ സുഗതൻ കൊടും ക്രിമിനൽ ആണെന്നുള്ളതിന്റെ തെളിവുകളാണ് പുറത്തു വരുന്ന പോലീസ് റിപ്പോർട്ടിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ മാത്രം 2 വധശ്രമം ഉൾപ്പെടെ 7 കേസുകളിൽ പ്രതിയാണ് ഈ നല്ലവനായ ഉണ്ണിയായിട്ടുള്ള ഈ സുഗതൻ, അതായത് BJP-ക്കാരുടെ നല്ലവനായിട്ടുള്ള ഉണ്ണി. കഴിഞ്ഞ മാർച്ചിൽ ക്ഷേത്രത്തിൽ വെച്ച് CPM പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 1-ാം പ്രതി കൂടിയാണ് സുഗതൻ. വീട് കയറി ആക്രമണം, നരഹത്യാശ്രമം, സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറൽ, പൊതുസ്ഥലത്ത് ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കൽ തുടങ്ങി മറ്റു കേസുകളുമൊക്കെ ഇയാൾക്കെതിരെ ഉണ്ട് എന്നാണ് നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ റൗഡി ലിസ്റ്റിലും ഉൾപ്പെട്ട ആൾ കൂടിയാണ് ഈ നല്ലവനായിട്ടുള്ള ഉണ്ണി എന്ന് BJP-ക്കാർ പറയുന്ന സുഗതൻ, കൊടും ക്രിമിനൽ ആയിട്ടുള്ള സുഗതൻ. കാപ്പ നിയമം ചുമത്തി പിടികൂടിയതിനാൽ നേരിട്ട് സെൻട്രൽ ജയിലിലേക്കാണ് ഇയാളെ മാറ്റിയത്. വധശ്രമ കേസിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിൽ കോടതിയിൽ ഹാജരാകാത്തതിനാൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇയാളെ. ഒളിവിൽ കഴിയുകയായിരുന്ന സുഗതന്റെ മൊബൈൽ ഫോൺ വീടിന്റെ പരിസരത്ത് ഓണായത് മനസ്സിലാക്കിയ വട്ടിയൂർക്കാവ് പോലീസ് രഹസ്യ നീക്കത്തിലൂടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. സംഭവം അറിഞ്ഞ് സ്ഥലത്ത് തടിച്ചുകൂടി ആക്രമണം സൃഷ്ടിക്കാൻ വേണ്ടി, ഒരു ആക്രമണം അഴിച്ചുവിടാൻ വേണ്ടി ശ്രമം നടത്തിയ BJP പ്രവർത്തകരെ പ്രതിരോധിക്കാൻ പോലീസ് ആകാശത്തേക്ക് വെടിയുതിർത്ത കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഇതാണ് നമ്മുടെ സുഗതൻ എന്ന് പറയുന്ന ഈ ഗൂണ്ടയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആർ ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പൊ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ ആർ ശ്രീലേഖയുടെ വെളുപ്പിക്കൽ ഏത് രീതിയിലാണ്. സത്യത്തിൽ ആ ശ്രീലേഖയൊക്കെ ഒരു DGP ആയിരുന്നു എന്ന് പറയാൻ തന്നെ നാണക്കേട് തോന്നുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതൻ എങ്ങനെ ഗുണ്ടയായി? ഇനിയിപ്പോ എങ്ങനെ ഗുണ്ടയായി എന്നുള്ള നമ്മുടെ ശ്രീലേഖയുടെ വക ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കലാണ് കേട്ടോ. കഴിഞ്ഞ 10 വർഷത്തെ CPM ദുർഭരണത്തിൽ കേരളത്തെ ആകെ സ്റ്റേറ്റ് സ്പോൺസേഡ് ഗുണ്ട വിളയാട്ടമായിരുന്നല്ലോ. അതിനെതിരെ ധൈര്യപൂർവ്വം ചെറുത്തുനിന്ന ഒരു യുവാവാണ് സുഗതൻ. അയ്യോ പാവം. വട്ടിയൂർക്കാവിൽ ഉണ്ടായിരുന്ന സകലമാന അനധികൃത പ്രവർത്തികളെയും ചോദ്യം ചെയ്യുകയും നാട്ടുകാർക്ക് വേണ്ടി പൊരുതി നിൽക്കുകയും ചെയ്തതുകൊണ്ടാണ് സുഗതനെതിരെ ഇത്രയധികം കേസുകൾ പോലീസ് എടുത്തത്. എല്ലാം CPM നേതാക്കളുടെ ആജ്ഞപ്രകാരം. ഇതെല്ലാം അറിയാവുന്ന ജനമാണ് സുഗതനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചത്. അതിപ്പോ അവർക്ക് തന്നെ ഒരു അബദ്ധമായിട്ട് തോന്നുന്നുണ്ടാവും. അത് CPM-കാർക്ക് വലിയ തിരിച്ചടിയായി. 25 വാർഡ് ഉള്ള വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 11 എണ്ണം BJP-യും 9 എണ്ണം കോൺഗ്രസും കൊണ്ടുപോയത് അവിടെയുള്ള CPM ഗൂണ്ടകളുടെ അഴിഞ്ഞാട്ടം കാരണമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞപ്പോൾ തുടങ്ങി പോലീസ് എനിക്കെതിരെയും എടുത്തല്ലോ 2 കള്ളക്കേസുകൾ. ഏത് മുപ്പത്തിക്കെതിരെ 2 കേസെടുത്ത പിന്നെ ഇപ്പൊ പോലീസുകാരെ കാണാൻ പാടില്ല, അതാണ് സത്യം. കേരളത്തിൽ ഭരണം മാറി, പക്ഷേ മറ്റൊന്നും മാറിയിട്ടില്ല. ഇപ്പോഴും പോലീസും ജില്ലാ അധികാരികളും മറ്റുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ CPM പറയുന്നതൊക്കെ അനുസരിക്കുന്ന അടിമകളും വിധേയരുമാണ്. ജൂൺ 9 രാത്രി 9 മണിക്ക് CPM നേതാക്കൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തൊരു നാടകമാണ് സുഗതന്റെ വീടിന് മുമ്പിൽ അരങ്ങേറിയത്. കാപ്പ പ്രതിയെ ഒരു ലോക മാഫിയ തലവനെയോ തീവ്രവാദിയെയോ പിടിക്കുന്നത് പോലെയൊന്നും പോലീസ് ഇതേവരെ ചെയ്തിട്ടില്ല. വെറും 4 പേർ മാത്രമുള്ള വീട്ടിൽ ഒരു പ്ലാറ്റൂൺ സായുധ പോലീസുമായി 2 വാഹനത്തിന്റെ അകമ്പടിയോടെ ചെന്ന് വീട്ടുകാരെ, പ്രത്യേകിച്ച് 2 കുഞ്ഞുങ്ങളെ തോക്ക് ചൂണ്ടി ഭയപ്പെടുത്തി അവിടെയുള്ള സ്ത്രീകളുടെ മീതെ ശാരീരിക ആക്രമണം നടത്തി. അതൊന്നും പോരാതെ അക്രമാസക്തരായ വലിയ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാനെന്ന പോലെ ആകാശത്തേക്ക് വെടിയുതിർത്ത് മഫ്തി വേഷത്തിൽ ചീപ്പ് ഹീറോയിസം കാണിച്ച SHO വിപിൻ ഒരു കമ്മ്യൂണിസ്റ്റ് പോലീസാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അയാളെ തെരഞ്ഞെടുപ്പിന് മുമ്പ് CPM സർക്കാർ പ്രത്യേകമായി ചെങ്ങന്നൂരിൽ നിന്ന് കൊണ്ടുവന്ന് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിയമിച്ചത് അവിടെ 3-ാം വട്ടവും അഡ്വക്കേറ്റ് VK പ്രശാന്തിനെ ജയിപ്പിക്കുക എന്ന ഒരേ ഒരു ഉദ്ദേശത്തിലാണ്. അത് ആഭ്യന്തരമന്ത്രിക്ക് അറിയില്ല, പക്ഷേ ആരോഗ്യമന്ത്രിക്ക് അറിയാം. സുഗതൻ ഗുണ്ടയല്ല, ഒരു ജനപ്രതിനിധിയാണ്, നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ്. അതെ, കണ്ട ഗുണ്ടകളൊക്കെ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണല്ലോ. സമ്മതിന് ഇവരൊക്കെ ആര് പോലീസിലെടുത്തു വന്നോ? സമൂഹത്തിലെ പുഴുക്കുത്തുകൾക്കെതിരെയല്ലാതെ ഒരാൾക്കുമെതിരെ സുഗതൻ പ്രതികരിച്ചിട്ടില്ല, സഹായിച്ചിട്ടേ ഉള്ളൂ. ഇതൊന്നും ഇപ്പോഴും CPM വിധേയത്വം വിട്ടുമാറാത്ത ഒരു പോലീസുകാരും സർക്കാരിനെ അറിയിക്കാൻ പോകുന്നില്ല.
അതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വന്നത്. ഇത്തരം പട്ടിഷോ നടത്തി ജനസേവകരെ പീഡിപ്പിക്കുന്ന പോലീസിനെ അഭിനന്ദിക്കുന്ന ആഭ്യന്തരമന്ത്രി കോൺഗ്രസ് അല്ല, ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗം മാത്രമാണെന്ന് ജനം ധരിച്ചാൽ അതിൽ അതിശയപ്പെടാനില്ല എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇതാണ് ശ്രീലേഖ ഗംഭീര പട്ടിഷോ എന്ന് പറയുന്നത്. ഒരു മുൻ DGP ആണെന്ന് ആലോചിക്കണേ. അതായത് ഒരു കാപ്പ കേസ് പ്രതിയെ അങ്ങ് വെള്ളപൂശുകയാണ്. നാണം തോന്നുന്നില്ലേ സ്ത്രീ എന്ന് ചോദിച്ചു പോവുകയാണ്. അതായത് ഇതിലും വലിയ ഒരു അവാർഡ് മോനെ സുഗത നിനക്ക് കിട്ടാനില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും സുഗതനെ തൂക്കിയെടുത്ത് അകത്തിട്ട പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ കഴിയില്ല. കാരണം അവർക്ക് ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റൂ. എന്നിട്ട് അത് പട്ടി ഷോയാണ്, ആ ഷോയാണ്, ഈ ഷോയാണ് എന്നൊക്കെ പറയുന്ന ശ്രീലേഖയുടെ ഈ പോസ്റ്റാണ് സത്യത്തിൽ ഒരു പട്ടി ഷോ ആയിട്ട് തോന്നുന്നത്. മാത്രമല്ല BJP കൗൺസിലറായിട്ടുള്ള R സുഗതനെ 4ാം യോഗത്തിൽ അയോഗ്യനാക്കാമെന്ന മുനിസിപ്പൽ ആക്ടും ഇപ്പോൾ വലിയ ചർച്ചയാണ്. തുടർച്ചയായി 3 മാസം 3 കൗൺസിൽ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ അയാളെ അയോഗ്യനാക്കാം എന്നാണ് ആ ആക്ട് പറയുന്നത്. ഇതോടെ തിരുവനന്തപുരം കോർപ്പറേഷൻ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ 2 യോഗങ്ങളിലും സുഗതൻ പങ്കെടുത്തിട്ടില്ല. യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ അപേക്ഷ വേണമെങ്കിൽ നൽകാം, എന്നാൽ ഇതുവരെ അവധി അപേക്ഷയും നൽകിയിട്ടില്ല. നിലവിൽ BJP ഭരണം നേടിയത് സ്വതന്ത്രന്റെ പിന്തുണയോട് കൂടിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോ സുഗതൻ അയോഗ്യനായാൽ ഭരണപ്രതിസന്ധിക്കും വളരെ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിലയിരുത്തേണ്ടത്. BJP കൗൺസിൽ യോഗം ഒന്നും ഇപ്പൊ വിളിക്കുന്നില്ല. ആകെ പേടിച്ച് പണ്ടറടങ്ങിയിരിക്കുന്നത് മറ്റൊരാള് രാജീവ് ചന്ദ്രശേഖറാണ്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖറും ഈ കാപ്പ കേസ് പ്രതിയെ വെള്ളപൂശുകയാണ് സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ അവിടുത്തെ ഭരണം പോകും സുഹൃത്തുക്കളെ. എന്തായാലും നമുക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ വെളുപ്പിലൂടെ കാണാം. ഇങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. വാഴോട്ടുകോണം കൗൺസിലർ സുഗതനെ BJP NDA ഒരിക്കലും കൈവിടില്ല. കൈവിട്ട പോയെന്ന് ഏത് ഭരണം താഴെ കിടക്കും നന്നായിട്ട് രാജീവിന് അറിയാം. ഞങ്ങൾ അദ്ദേഹത്തിനൊപ്പം ഉറച്ചു നിൽക്കുകയും രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായുള്ള ഈ നീക്കത്തെ നിയമത്തിന്റെ എല്ലാ കരുത്തും ഉപയോഗിച്ച് നേരിടുകയും ചെയ്യും. സ്വന്തം നേതാക്കളെ ED ചോദ്യം ചെയ്യുമ്പോൾ ആക്രമണം അഴിച്ചുവിടുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്യുന്ന CPM-നെ പോലെയല്ല BJP. നിയമവാഴ്ചയെയും ഭരണഘടനയെയും പൂർണ്ണമായി മാനിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. അതെ, ഭരണ സംവിധാനങ്ങളും നിയമങ്ങളും ദുരുപയോഗം ചെയ്ത് BJP-യെ വേട്ടയാടുന്ന കാര്യത്തിലും കോൺഗ്രസും CPM-ഉം ഒറ്റക്കെട്ടാണ്. അവർ രണ്ടല്ല, ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയിൽ ഞങ്ങളുടെ പ്രവർത്തകരെയും ജനപ്രതിനിധികളെയും ഞങ്ങൾ ഒരിക്കലും കൈവിടില്ല. സുഗതന് ആവശ്യമായ എല്ലാ നിയമസഹായവും ഞങ്ങൾ ഉറപ്പുവരുത്തുകയും പോലീസ് സംവിധാനത്തെ നഗ്നമായി ദുരുപയോഗം ചെയ്യുന്ന ഈ നടപടിയിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കുകയും ചെയ്യുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. ഇങ്ങനെയുള്ള ക്രിമിനൽസിനെയൊക്കെ സംരക്ഷിക്കാൻ ഒരു പ്രത്യേക ഇവർക്കൊരു നേക്കുമാണ്, ഒരു സന്തോഷമാണ്, വല്ലാത്തൊരു വ്യഗ്രതയുമാണ് BJP-ക്ക്. ഇവിടെ എന്തായാലും ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ചെയ്തിട്ടുള്ളത് ഗംഭീരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോ ഇങ്ങനെ ഒരു ക്രിമിനലിനെ പിടിച്ച് അകത്തിടാൻ നേരത്തെ ഇന്ത്യ മുന്നണിയാണെന്നൊക്കെ പറഞ്ഞു കിടന്ന് കരയുന്നതിന്റെ ചേതോ വികാരം നന്നായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും സുഗതൻ അകത്ത് കിടക്കേണ്ട ആള് തന്നെയാണ്. ഇങ്ങനെയുള്ള ക്രിമിനൽസിനെയൊക്കെ പുറത്തിറക്കി ഇങ്ങനെ പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങനെ പച്ച പരവതാനി വിരിക്കാൻ വേണ്ടി നടക്കുന്ന BJP-കാരോടാണ് നാണം തോന്നുന്നില്ല എന്ന് ചോദിച്ചു പോവുകയാണ്. കണ്ട അണ്ടനെയും അടകോടനെയും കാപ്പ കേസ് പ്രതിയെയും ഒക്കെ കണ്ട ക്രിമിനൽസിനെയൊക്കെ ഇങ്ങനെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അവതരിപ്പിച്ച് സത്യത്തിൽ നിങ്ങൾ ജനങ്ങളോട് ചെയ്യുന്നത് കൊടും ക്രൂരതയാണെന്ന് പറയാതെ വയ്യ. എന്നിട്ട് വെള്ളം പൂശാൻ വേണ്ടി കണ്ട ശ്രീലേഖയും അങ്ങനെ കുറെ ആളുകളും ഒക്കെ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ സത്യത്തിൽ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടെന്നും നിങ്ങളെയൊക്കെ ഓർത്ത് ജനം ഇങ്ങനെ തലയിൽ കൈവെക്കുന്നുണ്ടെന്നുള്ള കാര്യം ഒന്നും മറന്നു പോകരുത്. വോട്ടർമാരെ ഈ രീതിയിൽ വെല്ലുവിളിക്കല്ലേ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.